ചോദ്യം 1. റോഡിൽ സ്ലിപ്പറി റോഡ് അടയാളം കാണുന്നിടത്ത് ഡ്രൈവർ ഡാഷ്. ഓപ്ഷൻസ് എ. ഗിയർ മാറ്റി വേഗത കുറയ്ക്കുക. ബി. വേഗത കുറയ്ക്കാൻ സഡൻ ബ്രേക്ക് ഉപയോഗിക്കുക. സി. നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നുവെങ്കിൽ അതേ വേഗതയിൽ തുടരുക. ഡി. ബ്രേക്കിനൊപ്പം ക്ലച്ചും അമർത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 2. വാഹനം പുറകോട്ടെടുക്കാൻ പാടില്ലാത്ത സ്ഥലം ഏത്? ഓപ്ഷൻസ് എ. തിരക്കേറിയ റോഡിൽ. ബി. വൺ വേ റോഡിൽ. സി. ഒരു റൗണ്ട് എബൌട്ടിൽ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 3. പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന അപകടകരമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എ. സ്ഫോടക വസ്തുക്കൾ. ബി. വാഹനങ്ങളുടെ ഇന്ധനവും ലൂബ്രിക്കന്റും. സി. ചെറിയ ആയുധങ്ങളുടെ സുരക്ഷിതമായ പാക്ക് ചെയ്ത കാർട്രിഡ്ജ്. ഡി. ഗ്യാസ് സിലിണ്ടർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 4. ഒരു സ്വകാര്യ മോട്ടോർ കാറിൽ ഒലീവ് ഗ്രീൻ പെയിന്റ് ചെയ്യുന്നത് ഡാഷ്. ഓപ്ഷൻസ് എ. അനുവദനീയമല്ല. ബി. അനുവദനീയമാണ്. സി. പ്രത്യേക അനുമതി ആവശ്യമാണ്. ഡി. മോട്ടോർ സൈക്കിളിന് മാത്രം അനുവദനീയമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 5. നിങ്ങൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാൻ ഇനി പറയുന്നവയിൽ ആർക്കാണ് അധികാരമുള്ളത്? ഓപ്ഷൻസ് എ. യൂണിഫോമിലുള്ള പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ. ബി. യൂണിഫോമിലുള്ള ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ. സി. സർക്കാർ അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 6. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ നിങ്ങളുടെ വശത്ത് ഒരു തടസ്സം നേരിടുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് എ. എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകാതെ എതിർപാത ഉപയോഗിക്കുക. ബി. വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക. സി. എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക. ഡി. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 7. ഡ്രൈവർ ഗിവ് വേ എന്ന അടയാളം കണ്ടതിനു ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് എ. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് പൂർണ്ണമായും നിർത്തണം. ബി. അടുത്ത റോഡിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. സി. വേഗത കുറയ്ക്കുകയും സമീപിക്കുന്ന റോഡിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകുകയും വേണം. ഡി. മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 8. മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻ 2017 അനുസരിച്ച് പാർക്കിംഗ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഡാഷ്. ഓപ്ഷൻസ് എ. യാത്രക്കാരെ കയറ്റാൻ താൽക്കാലികമായി വാഹനം നിർത്തുന്നത്. ബി. റോഡിൽ 3 മിനിറ്റിലധികം വാഹനം നിർത്തുന്നത്. സി. 1 നിമിഷത്തേക്ക് വാഹനം റോഡിൽ നിർത്തുന്നത്. ഡി. റോഡിൽ 5 മിനിറ്റിലധികം വാഹനം നിർത്തുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 9. പാർക്കിംഗ് സംബന്ധിച്ച് താഴെ കൊടുത്തതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റ്? ഓപ്ഷൻസ് എ. പാർക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു വാഹനത്തിന് എതിർദിശയിൽ. ബി. റോഡിൻ്റെ കർബ് വശത്ത് തുടർച്ചയായി മഞ്ഞവര ഉള്ളിടത്ത്. സി. നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കാത്ത ഏത് സ്ഥലത്തും. ഡി. കാൽനടപ്പാതയിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 10. ഇടത്തേക്ക് തിരിയാൻ നിങ്ങൾ ഒരു ജംഗ്ഷനെ സമീപിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് എ. ഇടത്തേക്ക് സിഗ്നൽ നൽകി മിററുകൾ പരിശോധിച്ച് തിരിയുക. ബി. ഇടത്തേക്ക് സിഗ്നൽ നൽകി ഉടൻ തിരിയുക. സി. തിരിഞ്ഞതിന് ശേഷം കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക. ഡി. മിററുകൾ പരിശോധിക്കുക. ഇടത്തേക്ക് സിഗ്നൽ നൽകി സുരക്ഷിതമായി തിരിയുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി.
ചോദ്യം 11. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി. ഓപ്ഷൻസ് എ 1 വർഷം, ബി 2 വർഷം, സി 3 വർഷം, ഡി 5 വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 12. വാഹനത്തിൻ്റെ ആദ്യ രജിസ്ട്രേഷൻ തീയതി മുതൽ എത്ര വർഷം കഴിഞ്ഞ വാഹനത്തെ ആണ് വിൻറ്റേജ് മോട്ടോർ വെഹിക്കിൾ ആയി തരം തിരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 25 വർഷം, ബി 30 വർഷം, സി 50 വർഷം, ഡി 100 വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 13. റൗണ്ട് എബൌട്ടിൽ വാഹനം ഉള്ളപ്പോൾ ഡാഷ്. ഓപ്ഷൻ എ റൗണ്ട് എബൌട്ടിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, ബി റൗണ്ട് എബൌട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, സി റൗണ്ട് എബൌട്ടിൽ തുടരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 14. ടയറിലെ NSD എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് എ നോൺ സ്റ്റോപ്പ് ഡ്രൈവ്, ബി നോൺ സ്കിഡ് ഡ്രൈവ്, സി നോൺ സ്കിഡ് ഡെപ്ത്, ഡി നോൺ സ്റ്റോപ്പ് ഡെപ്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 15. HSRP കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ് എ അതിസുരക്ഷാ രജിസ്ട്രേഷൻ പ്ലേറ്റ്, ബി ഹോളോഗ്രാം സ്റ്റാമ്പ് ചെയ്ത രജിസ്ട്രേഷൻ പ്ലേറ്റ്, സി ഹീറ്റ് സ്റ്റാമ്പ് ചെയ്ത രജിസ്ട്രേഷൻ പ്ലേറ്റ്, ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 16. ഒരു പുതിയ ട്രാൻസ്പോർട്ട് വാഹനത്തിനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര? ഓപ്ഷൻസ് എ 1 വർഷം, ബി 2 വർഷം, സി 3 വർഷം, ഡി മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയുത്തരമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 17. റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനം ഒരു സൈഡ് റോഡിൽ നിന്ന് നിങ്ങളുടെ റോഡിലേക്ക് റിവേഴ്സ് ഓടിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് എ റോഡിൻ്റെ എതിർവശത്തേക്ക് നീങ്ങുക, ബി നിങ്ങൾ ഹോൺ മുഴക്കി വാഹനം നിർത്തുക, സി ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക, ഡി വേഗത കൂട്ടി കടന്നു പോകുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 18. 53 വയസ്സിൽ ലൈസൻസ് കരസ്ഥമാക്കുന്ന വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി ഡാഷ്. ഓപ്ഷൻസ് എ 60 വയസ്സ് വരെ, ബി 65 വയസ്സ് വരെ, സി 5 വർഷം, ഡി 10 വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 19. സൂര്യാസ്തമയത്തിലോ പ്രഭാതത്തിലോ വെളിച്ചം കുറവുള്ള സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് എ നിങ്ങൾ സൺഗ്ലാസുകൾ ഉപയോഗിക്കുക, ബി ലോ ബീമിൽ നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക, സി അപകട മുന്നറിയിപ്പ് ലൈറ്റുകൾ ഓണാക്കുക, ഡി വളരെ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 20. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും? ഓപ്ഷൻസ് എ ടയർ വലിപ്പം നോക്കി, ബി വാഹനത്തിൻ്റെ നിറമനുസരിച്ച്, സി വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി, ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി.